ടു കപ്പ് ലഞ്ച് ബൈ ധന. ഇന്ന് പപ്പനെയും ചിന്തനെയും സ്കൂളിലോട്ട് വിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ സ്കൂളിലോട്ട് പോവാണ്. അവിടെ ഉപജില്ലാ കലോത്സവം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. വരുന്ന വഴിക്ക് പപ്പനെയും ചിന്തനെയും വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കണ്ടു നോക്കൂ ഗായ്സ്. ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. അതാ ഇവിടെ ചിന്തയുടെ അംഗൻവാടിയുടെ വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ശ്രീകൃഷ്ണ സ്കൂളിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ 12 മണിയായിട്ടുണ്ട്. ഇനി 1 മണിയാകുമ്പോൾ പപ്പനെയും ചിന്തനെയും വിളിക്കണം. അപ്പോൾ അതിനുള്ളിൽ തന്നെ പോയി വരണം. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ 3ാം ദിവസമായ ബുധനാഴ്ചയാണ് കേട്ടോ ഞാൻ പോയത്. ഞാനിവിടെ എത്തി. ഞാൻ അകത്തോട്ട് പോകാൻ പോവാണ്. നല്ല തിരക്കുള്ള സമയത്ത് തന്നെയാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് കാണുകയാണ് അവിടെയൊക്കെ. സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ ചെറുതായതുപോലെ തോന്നില്ല. അങ്ങനെ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് വേസ്റ്റ് ബിന്നിൻ്റെ ഈ ഒരു സംഭവം കണ്ണിൽ പെട്ടത്. നല്ല കോൺസെപ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് നോക്കി നിൽക്കാൻ തോന്നില്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിന്തയുടെ അംഗൻവാടി ടീച്ചർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ടീച്ചറിനെ പോയി കാണാമെന്ന് വെച്ചു. ഒറ്റയ്ക്ക് നടന്നിട്ട് ബോറടിക്കുന്നു. അപ്പോൾ ടീച്ചറിനെ നോക്കിയാവട്ടെ കേട്ടോ. മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രാക്ടീസിങ്ങും ഫോട്ടോ എടുക്കലും ഒക്കെ കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ പഴയ കാലഘട്ടത്തിലോട്ട് തിരിച്ചു പോയതുപോലെ തോന്നും. പിന്നെ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ വീണ്ടും പ്ലാസ്റ്റിക് നിക്ഷേപിക്കാനുള്ള ഒരു ബിന്ന് കണ്ടത്. അത് ഓലോണ്ട് മെനഞ്ഞ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ഭീകരനാണെന്നൊക്കെ പറഞ്ഞുള്ള കോൺസെപ്റ്റൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വെനൂർ പോയിരുന്നെങ്കിലും അവിടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതുകൊണ്ട് വേറെ തുടങ്ങാൻ ടൈം എടുക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ വെറുതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ടിലൊക്കെ നല്ല ചുട്ടുപൊള്ളണ വെയിലാണ്. എന്നാലും ചുമ്മാ അതിലേക്ക് നടന്നു. അപ്പോൾ അതാ ഈ ഒരു സ്റ്റോള് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് വിശപ്പൊന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതുകൊണ്ട് ഉച്ച സമയം ആവുന്നതല്ലേ ഉള്ളൂ. വിശപ്പൊന്നും ആയിട്ടില്ല. എന്നാലും ചുമ്മാ അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ജ്യൂസ് പിന്നെ ഉപ്പിലിട്ടത് ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു സാനിറ്റൈസർ, ഹാൻഡ് വാഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ഫിനോയിൽ പോലത്തെ ക്ലീനേഴ്സൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. പിന്നെ കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ വിൽക്കാൻ കാണിക്കുന്ന ഒരു ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് അപ്പോൾ ഒന്നും കഴിക്കാനായിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം കുറേ നേരമായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഓരോ കുട്ടികളെ കിട്ടിയപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിക്കുകയാണ്. സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വെച്ച് സ്റ്റാൻഡൊക്കെ വെച്ച് എടുക്കൽ പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ അവരെ കൊണ്ടൊക്കെ എടുപ്പിച്ചു കേട്ടോ. എന്തായാലും ഞാൻ അവരുടെ പേര് ചോദിക്കുക പരിചയപ്പെടുകയൊന്നും ചെയ്തില്ല. എന്തായാലും ഇപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഞാൻ അപ്പോൾ തന്നെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, കുട്ടി ചങ്ങാതിമാരാണ് ഈ ഒരു സ്റ്റോളൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ തേരാപാര അലഞ്ഞ് നടക്കുകയാണ്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ഒപ്പന കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാൻ വിചാരിച്ചു. പിന്നെ ഈ ഒരു സ്റ്റോളിലെത്തിയപ്പോൾ അവർ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടികളല്ലേ എന്തെങ്കിലും വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പം നെല്ലിക്ക കാന്താരി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നെല്ലിക്ക കാന്താരി വാങ്ങിച്ച് കുടിക്കുന്നതാണ്. അത്ര എരിവൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുടിക്കാവുന്ന എരിവൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ വെയിലുമാണല്ലോ, നമ്മൾ വെള്ളമായിട്ട് വാങ്ങിച്ച് കുടിക്കുന്നതല്ല നല്ലതെന്ന് ചോദിച്ചിട്ട് വീണ്ടും പ്രോഗ്രാംസൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്.
അപ്പോൾ അത് ആ സെൽഫി പോയിന്റ് കണ്ട് അങ്ങനെ ഓടിപ്പോയി തന്ന ഫോട്ടോസും റീൽസൊക്കെ എടുപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ മാമാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത്. കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലത്തെ സ്റ്റാഫാണ് കേട്ടോ അവർ. അങ്ങനെ ചൈൽഡ് മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിന് മുൻകൂട്ടി അങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും പിന്നെ അവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കായിട്ടുള്ള സേവനങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരാനാണ്. പിന്നെ CDS ആയിട്ട് ബന്ധപ്പെടുക, അതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബ്രോഷറൊക്കെ തന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പം അവരുടെ തന്നെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞു കൂട്ടുകാർ സൈൻ ചെയ്യുന്നത് കണ്ടപ്പോൾ കേട്ടോ ഞാൻ അവിടെ പോയി സൈനിങ് ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ അവരെ പരിചയപ്പെട്ടു. അവരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, സംസാരിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു പോരാണ്. ഗൈസ് ഞാൻ പോവാണ്, മക്കളിനെ വിളിക്കാൻ ടൈമായി, 1 മണിയായി. ഇനി ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് അവരെ വിളിച്ച് വീട്ടിൽ പോവും. അപ്പോൾ നല്ല കുറച്ച് നിമിഷങ്ങൾ ഇവിടെ കിട്ടി, കുട്ടികളൊക്കെ പരിചയപ്പെട്ടു, കുറേ പേര് സബ്സ്ക്രൈബൊക്കെ ചെയ്തു. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇത്ര അടുത്ത് കലോത്സവം നടക്കുമ്പോൾ വന്നില്ലെങ്കിൽ അതൊരു നഷ്ടമായേനെ. അപ്പോൾ ഞാൻ പോവാണ്. ടാറ്റാ ബൈ, സീ യു.